വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ്സ് വഹി വ്ളോഗ്സ്. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല, കുറച്ച് ബിസി ആയിപ്പോയി, തിരക്കിലാണ്. ഇനി മുതൽ നമുക്ക് കുറച്ച് വീഡിയോസ് ഇടാനൊക്കെ ശ്രമിക്കാം. നമ്മളൊരു ഇഫ്താർ വ്ളോഗായിട്ടാണ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നോമ്പ് പറ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഫർസീന, അവളെയാണ് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ എടുക്കാണ്ടിരുന്നാൽ അത് ശരിയല്ലല്ലോ, വീഡിയോ എടുത്തതാണ് ഗൈസ്. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് പോയത് നമ്മുടെ മെയിൻ ഫുഡായിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയിലോട്ടാണ്. നെയ്ച്ചോറ് ആദ്യം നമ്മൾ വെച്ച് തുടങ്ങി. അവിടെ ഒരാൾ മറിഞ്ഞ് വെക്കുന്നുണ്ട് വാടലിൻ്റെ ഓരത്ത് വെയിലുള്ളതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അവൻ്റെ കളറും ഒന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ കുറേ ഫുഡ് വയ്ക്കുന്നവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് മെയിനാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ പായസം പോലെ അതിനിട്ട് കറക്കുന്നുണ്ട് ഗൈസ് അവൻ. അതിന് ശേഷം ഞാൻ അടുപ്പിൻ്റെ മൂട്ടിലൊക്കെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു, നമുക്കതിലൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാ നെയ്ച്ചോറ് റെഡിയായി അതിന് ദമ്മിലിടാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യായിരുന്നു. സ്പെഷ്യലാണ് ഗൈസ്. അപ്പം അതിനുള്ളതൊക്കെ സെയില് റെഡിയാക്കി കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ചിക്കൻ കറി പിന്നെ മലബാർ ചിക്കൻ കറി ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ലാന്ന് തോന്നി. പിന്നെ പണിയൊക്കെ ഞങ്ങൾ കുറേയൊക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നെ ചിക്കൻ കറി അങ്ങോട്ട് റെഡിയായി, നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സർബത്ത് ഉണ്ടാക്കാൻ പോകണം. തണ്ണിമത്തൻ്റെ മുഹബത്ത് സർബത്ത് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഇതാ ഞങ്ങൾ അതിനുള്ള പടയൊക്കെ അവൻ തന്നെയാണ് അത് ചെയ്തത്. ഞങ്ങളിതാ അതിൻ്റെ കൂടായിട്ട് എന്തൊക്കെയോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ ആയതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് നടക്കുന്നത് മാത്രം. അപ്പുറത്തതാണ് ഞങ്ങളുടെ നെന്നേരം റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ റെഡിയാക്കി തന്നിട്ട് ഞാനും പിന്നെ ഒരു ഫ്രണ്ടും കൂടിയിട്ട്. പിന്നെ അതൊക്കെ ഇതാ നമ്മൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇത് എല്ലാവർക്കും എല്ലോ മാച്ചായിട്ട് അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അവൾ കാണിച്ചു തരാൻ വേണ്ടി എടുത്തിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളുടെ മെയിനാണ് ഈ വാട്ടർ മെലോണ്, അതെല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അതതിന് ശേഷം എല്ലാവരും കൂടി പണിയൊക്കെ ഒരുക്കിയിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പം നമ്മളുടെ ഒരു ഈവനിങ് വാക്കിന് മേലാണ് ഇവിടെ ഞങ്ങൾ തുറക്കുന്നത്. ഇവിടെ റൂഫ് ടോപ്പിൽ കുറച്ച് പൊട്ടത്തരൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മേലെത്തി കുറച്ച് വർക്ക് ഞങ്ങൾക്ക് സഹായിച്ചു കൊടുത്തു. ഞങ്ങൾ ഇഫ്താറിന്റെ പ്രിപ്പറേഷനാണ്. ഇവിടെ റൂഫ് ടോപ്പിലാണ് കാണിച്ചത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് ട്രെൻഡിങ് പോലെ ഞങ്ങൾ പിന്നെ പായൊക്കെ വിരിച്ച് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാട്ടുന്നത്. പിന്നെ ഞങ്ങളുടെ മെയിൻ സ്നാക്ക് എന്ന് പറയുന്നത് ഒരുപാടൊന്നുമില്ല, കുറച്ചല്ല. നോമ്പ് പറഞ്ഞാൽ അതിന് കൂടുതലൊന്നും കഴിക്കില്ലല്ലോ, അപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ കണ്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും കുറേ സംസാരിച്ചിരുന്നു. അതുതന്നെയായിരുന്നു കേട്ടോ ഫുൾ ടൈം പണി. പിന്നെ മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. ലാസ്റ്റ് മഴ വന്നു ഗൈസ്. മഴ ഞങ്ങളുടെ നോമ്പ് കൊണ്ടുപോയി ലാസ്റ്റ് എല്ലാവരും എടുത്തിട്ട് ഉള്ളിലേക്ക് ഓടായിരുന്നു. ഇഫ്താറിന് ശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്.